ഹലോ, വെൽക്കം ടു ലിറ്ററേച്ചർ ഇൻസൈറ്റ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലിറ്ററേച്ചർ ആൻഡ് ഇക്കോളജി പേപ്പറിൽ വരുന്ന ജോർജ് കെന്നിയുടെ സൺസെറ്റ് ഓൺ പോർട്ടേജ് എന്ന് പറയുന്ന പോമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഒരു പോയത്തിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും ആൻഡ് ചെറിയൊരു അനാലിസിസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആൻഡ് നമ്മൾ എടുക്കുന്ന ക്ലാസിന്റെ ചെറിയൊരു നോട്ട്സ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന ഒപ്പം തന്നെ നോട്ട്സ് കൂടി എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത്. അപ്പൊ നമുക്ക് പോയത്തിലോട്ട് കിടക്കാം. സൺസെറ്റ് ഓൺ പോർട്ടേജ് ഫ്രം ദ ബസ് ഡിപ്പോട്ട്. The Winnipeg sun dies lastly on the blue logo of the Bank of Montreal. Fluorescent and neon lights, man's creation. So plants, God's technology. എന്താണ് ഈ ഒരു പോയിറ്റിൽ പറയുന്നത്? ഈ ഒരു ടൈറ്റിൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? സൺസെറ്റ് ഓൺ പോർട്ടേജ്. ദാറ്റ് ഈസ് ഒരു ബസ് ഡിപ്പോട്ടിൽ നിന്നുകൊണ്ട് ഒരാള് നമ്മുടെ സ്പീക്കർ തൊട്ടടുത്ത് വിനിപെഗിലുള്ള ഒരു പോർട്ടേജ് അവന്യൂവിലുള്ള ഒരു സൺസെറ്റ് സീൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബസ് ഡിപ്പോട്ട് എന്ന് പറയുന്നത് ഈ ബസ്സുകളൊക്കെ നിർത്തിയിടുന്ന ഒരു സ്റ്റേഷനെയാണ് ബസ് ഡിപ്പോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ സെറ്റിങ്. ആൻഡ് അവിടെ നിന്നുകൊണ്ട് വിനിപെഗിലുള്ള ഒരു പോർട്ടേജ് അവന്യൂവിലുള്ള സൺസെറ്റ് സീനാണ് തുടക്കത്തിൽ നമുക്ക് ആ ഒരു ടൈറ്റില് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ ആ ഒരു ഏർബൻ എൻവയോൺമെന്റിന്റെ ആ ഒരു സെറ്റിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ലൈൻസിലോട്ട് കിടക്കാം. The Winnipeg sun dies lastly on the blue logo of the Bank of Montreal. അപ്പോ ഈ ഒരു സൺസെറ്റിന്റെ പുറകിലായിട്ട് നമുക്ക് ബാങ്ക് ഓഫ് മോൺട്രിയലിന്റെ ലോഗോ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ബാങ്ക് ഓഫ് മോൺട്രിയൽ എന്ന് പറയുന്നത് ഒരു കനേഡിയൻ ബാങ്ക് ആണ്. അപ്പൊ അതിന്റെ ഒരു ബ്ലൂ ലോഗോ അത് ഈ ഒരു സൺസെറ്റിന്റെ പുറകിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടിയുടെയും കമേഴ്ഷ്യലിസത്തിന്റെയും ഒരു ഇന്റർസെക്ഷനെയാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ നാച്ചുറൽ ബ്യൂട്ടി എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു സൺസെറ്റിനെയാണ്, ആൻഡ് കമേഴ്ഷ്യലിസം എന്ന് പറയുമ്പോൾ ആ ഒരു ബാങ്കിന്റെ ആ ഒരു ലോഗോനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഈ ഒരു ബ്ലൂ ലോഗോ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് പ്രസൻസിനെയാണ് അതിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈൻ, ഫ്ലോറസെന്റ് ആൻഡ് നിയോൺ ലൈറ്റ്സ്, മാൻസ് ക്രിയേഷൻ. ഇനി ഇവിടെ ഹ്യൂമൻ മെയ്ഡ് ലൈറ്റിംഗ് ആണ് ഇവിടെ ഫ്ലൂറസെന്റ് ആണ് നിയോൺ ലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ അതിലൂടെ ഈ ഒരു അർബൻ ലാൻഡ്സ്കേപ്പിനെ മോഡിഫൈ ചെയ്തെടുക്കുന്നതിൽ അല്ലെങ്കിൽ അതിന് ഷേപ്പ് ചെയ്തെടുക്കുന്നതിലുള്ള ടെക്നോളജിയുടെ ഒരു റോളിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ, സോ പ്ലാന്റ്സ്, ഗോഡ്സ് ടെക്നോളജി. അപ്പൊ ഇവിടെ ഹ്യൂമൻ ക്രിയേഷൻ ആയിട്ടുള്ള ഫ്ലൂറസെന്റ് ആൻഡ് നിയോൺ ലൈറ്റ്സ് ഗോഡ്സ് ടെക്നോളജി. ഇവിടെ ഗോഡ്സ് ടെക്നോളജി എന്ന് പറയുന്ന നേച്ചറാണ് അതിനിവിടെ റിപ്ലേസ് ചെയ്യാണ് അല്ലെങ്കിൽ അതിനിവിടെ ഓവർഷാഡോ ചെയ്യാണ്. അപ്പൊ അതിലൂടെ ഈ ഒരു നാച്ചുറൽ വേൾഡിലുള്ള ഹ്യൂമൻ ഇന്നോവേഷന്റെ ഇമ്പാക്റ്റിനെയാണ് അതിലൂടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓവറോൾ എന്താണ് നമുക്ക് ഈ ഒരു പോയിന്റ് നിന്ന് മനസ്സിലാവുന്നത്? ഫസ്റ്റ് നമ്മൾ കണ്ട ഒരു ബസ് ഡിപ്പോട്ടിൽ നിന്ന് ഒരു സൺസെറ്റ് വ്യൂ നമ്മുടെ സ്പീക്കർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു അർബൻ എൻവയോൺമെന്റിന്റെ ഒരു സെറ്റിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ലൈൻസിലോട്ട് വരാനാണെങ്കിൽ അവിടെ ഈ ഒരു സൺസെറ്റിന്റെ പുറകിലായിട്ട് ബാങ്ക് ഓഫ് മോൺട്രിയലിന്റെ ബ്ലൂ ലോഗോ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് ഒരു നേച്ചർ ആൻഡ് കമേഴ്സിന്റെ ഒരു ഇന്റർസെക്ഷനെയാണ് അതിലൂടെ സിംബലൈസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നാച്ചുറൽ ഫിനോമിനൻ ആണ് സൺ എന്ന് പറയുന്നത്. ഇവിടെ ആ ഒരു സൺ ഡൈസ് എന്നാണ് പറയുന്നത്. സൺ ഡൈസ് ഓൺ എ കോർപ്പറേറ്റ് ലോഗോ എന്ന് പറയുമ്പോൾ ആ ഒരു ബാങ്കിന്റെ ആ ഒരു ലോഗോ ഈ ഒരു സൺസെറ്റിനെ മറയ്ക്കുന്നുണ്ട് അവിടെ. അപ്പോ അതിലൂടെ ആ ഒരു ഹ്യൂമൻ മെയ്ഡ് സ്ട്രക്ചേഴ്സിന്റെ ആ ഒരു ഡോമിനൻസിനെയാണ് അതിലൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ നമ്മൾ കണ്ടു ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ആണ് ഇവിടെ ഒരു ഫ്ലൂറസെന്റ് ആൻഡ് നിയോൺ ലൈറ്റ് എന്ന് പറയുന്നത്. അത് ആ ഒരു നാച്ചുറൽ സെറ്റിംഗ് അല്ലെങ്കിൽ നാച്ചുറൽ സൺസെറ്റിന് അതുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യാണ്. അതിലൂടെ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ലൈൻസിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഹ്യൂമൻ ക്രിയേഷൻ വേഴ്സസ് നേച്ചർ എന്നുള്ള ഒരു തീം ഇവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ്, സോ പ്ലാന്റ്സ്, ഗോഡ്സ് ടെക്നോളജി. ഇവിടെ ഗോഡ്സ് ടെക്നോളജി മെറ്റഫോറിക്കലി ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നേച്ചർ ആൻഡ് നാച്ചുറൽ വേൾഡിനെയാണ് ഇവിടെ ഗോഡ്സ് ടെക്നോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഹ്യൂമൻ ക്രിയേഷൻ ആയിട്ടുള്ള ഫ്ലൂറസെന്റ് ആൻഡ് നിയോൺ ലൈറ്റ്സിനെ ഗോഡ്സ് ടെക്നോളജി ദാറ്റ് ഇസ് നേച്ചറുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യാണ്. അപ്പൊ അതിലൂടെ ഒരു സെൻസ് ഓഫ് ഒരു റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഓവറോൾ ഈ ഒരു ലൈനില് നമ്മുടെ നേച്ചറിലുള്ള ഹ്യൂമൻ ഇന്നോവേഷൻ ഒരു ഡോമിനൻസിനെയാണ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഓക്കെ,
സോ ഓവറോൾ ഇതൊരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു പോമാണ്. ആൻഡ് ഈ ഒരു പോയത്തില് നമുക്ക് ആ ഒരു നാച്ചുറൽ ബ്യൂട്ടീന് അർബൻ ഡെവലപ്മെന്റുമായിട്ടുള്ള അതിന്റെ ഒരു കോൺട്രാസ്റ്റിനെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇവിടെ നാച്ചുറൽ ബ്യൂട്ടി നമ്മൾ കണ്ടത് ആ ഒരു സൺസെറ്റിന്റെ ഇമേജറി ആണ്. ആൻഡ് അർബൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ കമേഴ്ഷ്യൽ ലോഗോസ്, ആ ഒരു ബാങ്ക് ഓഫ് മോൺട്രിയലിന്റെ ലോഗോ, ബ്ലൂ ലോഗോയും പിന്നെ ആ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ആയിട്ടുള്ള ഫ്ലൂറിസൻ ആൻഡ് നിയോൺ ലൈറ്റ്സ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു കമ്പാരിസൺ, അതിന്റെ ഒരു കോൺട്രാസ്റ്റ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അത് വഴി നേച്ചറുമായിട്ടുള്ള ഹ്യൂമാനിറ്റിയുടെ റിലേഷൻഷിപ്പിനെ ഇവിടെ കമന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പോമാണ്. ആൻഡ് ഓൾസോ നാച്ചുറൽ വേൾഡിലുള്ള ടെക്നോളജിയുടെ ഡോമിനൻസിനെ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ വരുന്ന തീംസ് urbanization വേഴ്സസ് നേച്ചർ ആൻഡ് ടെക്നോളജീസ് ഇമ്പാക്ട് ഓൺ ദി എൻവയോൺമെന്റിലുള്ള ടെക്നോളജിയുടെ ഇമ്പാക്ട്, പിന്നെ അതുപോലെ സൊസൈറ്റിയിലുള്ള കമേഴ്ഷ്യലിസ്റ്റിന്റെ ഇൻഫ്ലുവൻസ്, ഇതൊക്കെയാണ് ഇതിലെ മേജർ തീംസ് ആയിട്ട് വരുന്നത്. ഒരുപാട് ഇമേജറീസ് നമ്മൾ കണ്ടു, ആ ഒരു സൺസെറ്റ് സീന്, ഫ്ലൂറസൻ ആൻഡ് നിയോൺ ലൈറ്റ്സ്, ബാങ്ക് ഓഫ് മോൺട്രിയലിന്റെ ലോഗോ. അപ്പൊ അത്തരത്തിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്ത് ഈ ഒരു പോയത്തിനെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇത്തരത്തില് ഇനിയും നമ്മൾ ഒരുപാട് പോയംസിന്റെയും നോവൽസിന്റെ ഒക്കെ സമ്മറിയും അനാലിസിസും ഒപ്പം നോട്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോസ് ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത് കേട്ടോ.